സിമ്പിളായിട്ട് നമുക്കൊരു സെന്റാംഗ്ലോട്ട് വരച്ചെടുത്താലോ? അതിനായിട്ടൊരു വൈറ്റ് ഷീറ്റിലോ ബുക്കിലോ 1 സെന്റിമീറ്റർ അളവിന് ലൈൻസ് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ കുറച്ച് കർവ്സ് വരച്ചു കൊടുക്കണം. പെന്നുകൊണ്ട് വരച്ചാൽ മതി. ഞാനിവിടെ പെൻസിൽ കൊണ്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കൂടെ ബ്ലാക്ക് മഷി കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ സെന്റാംഗ്ലോട്ടൊക്കെ വരച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇതെന്തൊരു പാടാ, ഭയങ്കര പാടാ, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഈ സെന്റാംഗ്ലോട്ട് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഡ്രോയിങ് ഒട്ടും അറിയാത്തവർക്ക് പറ്റിയ ഒന്ന് തന്നെയാണ്. ആദ്യം തൊട്ട് വരച്ച് പഠിക്കാനൊക്കെ ഈ സെന്റാംഗ്ലോട്ട് പറ്റിയതാ. ആദ്യമൊക്കെ ഞാൻ ഓർത്തു ഈ സെന്റാംഗ്ലോട്ട് വരയ്ക്കാൻ ഭയങ്കര പാടായിരിക്കുന്നു. പക്ഷെ പിന്നെ വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും മനസ്സിലായി ഇത് ഭയങ്കര എളുപ്പമാണെന്നുള്ളത്. പിന്നെ സെന്റാംഗ്ലോട്ട് വെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഫോക്കസും ക്രിയേറ്റിവിറ്റിയൊക്കെ കൂട്ടാനും ഇത് സഹായിക്കും. വേഗം 2 മിനിറ്റുള്ളിൽ പണി തീർക്കാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ചെയ്യേണ്ട സംഭവമല്ല കേട്ടോ ഇത്. വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയതുവാ ഇത്. അപ്പൊ വെറുതെ ഇരുന്ന് സമയം കളയുന്ന നേരത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. ഡ്രോയിങ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇനി ആരും മാറിയിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രോയിങ് അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ചെയ്യാൻ എളുപ്പമുള്ളത് തന്നെയാണ്.